RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മനുഷ്യർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അർജന്റീന ഇന്നലെ മനസ്സിലായിട്ടുള്ള ഫ്രണ്ട്ലി മാച്ചിനെ കുറിച്ചാണ്. മെസ്സി ഇല്ലാതെ ഇന്നലെ അർജന്റീന അമേരിക്കയിൽ പോയി കളിച്ചു. അമേരിക്കയിൽ മെസ്സി സ്റ്റേഡിയത്തിൽ കളി കാണാനുണ്ടായിരുന്നു. അപ്പോ ഇന്നലത്തെ കളിയിൽ 1-0 അർജന്റീന വിജയിച്ചത്. അപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഇതായിരുന്നു, അർജന്റീന വെള്ളം കുടിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാന്നുള്ള ഒരു ഇതൊക്കെ. അപ്പൊ എന്താണ് റേഹാൻ ഇന്നത്തെ കളിയിൽ സംഭവിച്ചത്? കളി നല്ല കളിയായിരുന്നു, ഒരു ടഫ് 1-on-1 ഇതൊക്കെ ആയിരുന്നു. പക്ഷെ മെയിൻ പ്ലെയേഴ്സ് ആയ മസ്റ്റാൻഡോനോ, മെസ്സി ഇല്ലാത്ത സാഹചര്യത്തിലല്ല, അൽമാഡ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ കളി കുറച്ചുകൂടെ ഇതായിരുന്നു. പിന്നെ ഇന്നത്തെ ഒരു ഫോർമേഷൻ നോക്കിക്കഴിഞ്ഞാല് 4-2-2 എന്ന ഫോർമേഷനിലാണ് കളി നടന്നത്. അപ്പൊ തന്നെ നമുക്കറിയാം ലൗതാറോ മാർട്ടിനസും അതേപോലെ നമ്മുടെ ജൂലിയൻ അൽവാരസും രണ്ടുപേരാണ് സ്ട്രൈക്കർ റോൾ കളിച്ചത്. അതേപോലെ മിഡില് നോക്കുമ്പോൾ പാരഡൈസ് ഉണ്ടായിരുന്നു, ലെസൽസിയോ ഉണ്ടായിരുന്നു, എൻസോ ഫെർണാണ്ടസ് ഉണ്ടായിരുന്നു, നമ്മുടെ പുതിയ ചങ്ങായി നിക്കോ പാസും കൂടി ഉണ്ടായിരുന്നു ഇന്നലെ മിഡ്ഫീൽഡില്. ഡിഫൻസിൽ നോക്കുകയാണെങ്കിൽ ഡിഫൻസിന് റൈറ്റും ലെഫ്റ്റ് ആയിട്ട് മൊളീനോയും അതേപോലെ ടാഗ്ലിഫിക്കോയും ഉണ്ടായിരുന്നത്. പിന്നെ സെന്റർ ബാക്കുകളായിട്ട് നമ്മുടെ കുട്ടി റൊമേരോയും സെനസി ഉണ്ടായിരുന്നു. എന്താ സെനസി പുതിയ പ്ലെയർ ആണ്. അപ്പൊ നമ്മുടെ കൊളോണി ആശാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ആശാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ പരീക്ഷണങ്ങൾ ഉണ്ടാകും. ആ പരീക്ഷണം തന്നെ ഇന്നലെ സ്റ്റാർട്ടിംഗ് ലൈൻ നോക്കിയാൽ 4-2-2-2 എന്ന ലൈനപ്പിലാണ് കളിച്ചത്. എന്നതാണ് മസ്റ്റാൻഡോ ഇല്ലാത്ത സ്ഥിതിക്ക്, ആൽമാഡ മെസ്സി ഇല്ലാത്ത സ്ഥിതിക്ക് ഇവർക്ക് ഈ ഒരു ഫോർമേഷനാണ് കളി നടന്നത്. കളിയില് 30-ാം മിനിറ്റ് ശേഷം ഒരു ഗോളിന്റെ ലീഡില്, SLCയുടെ ഒരു ഗോളിന്റെ ലീഡില് ലൗതാറോ മാർട്ടിനസ് ആണ് അസിസ്റ്റ് ചെയ്തത്. പക്ഷെ ലൗതാറോയുടെ ഈ അസിസ്റ്റ് വെച്ച് നിർത്തിയാല് ഇത്രയും ഭാഗ്യമില്ലാത്ത ഒരു കളി എന്ന് പറഞ്ഞാല് ഉണ്ടാവില്ല. എത്ര ഷോട്ടുകളാണെന്നറിയോ നമ്മുടെ ജോസേട്ടൻ തടുത്തിട്ടത് വെനസ്വേലയുടെ ഗോൾ കീപ്പർ. ഒരു രക്ഷയില്ല പോലെ. ഇന്നലത്തെ കളി ചിലപ്പോൾ സമനിലേക്കാണെങ്കിൽ ജോസേട്ടന് കൊടുക്കണമായിരുന്നു മാൻ ഓഫ് ദി മാച്ച്. എന്താ പെർഫോമൻസ് എന്നറിയാം. പിന്നെ ലൗതാറോ ഇന്നലത്തെ ടച്ചുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഷോട്ടുകളൊക്കെ ഗ്രൗണ്ടിൽ ഒരു പിച്ച് ചെയ്തിട്ടാണ് അതെ. പിന്നെ അവസാനത്തെ ഒരുപാട് എൻസോ ഫെർണാണ്ടസിന്റെ അറ്റാക്കിംഗ് നല്ല ഗംഭീരമായിരുന്നു. അപ്പൊ അങ്ങനെ ഈ മത്സരം 1-0 വിജയിച്ചിരിക്കുകയാണ്. ഫ്രണ്ട്ലി മാച്ചാണ്. ഇനി അടുത്ത പോർട്ടോറിക്കായിട്ടാണ് മത്സരം അർജന്റീനയ്ക്ക് വരുന്നത്. തീരെ ദുർബലരായിട്ടുള്ള കളിയാണ്. പക്ഷെ നല്ല കളി അമേരിക്കയിൽ കൊണ്ടുവച്ചിട്ട് സ്റ്റേഡിയത്തിലാണെങ്കിൽ ആളും കുറവ്, ഒരു ആരവുമില്ല. ഇത് മെസ്സിക്ക് വേണ്ടിയിട്ട് എന്തോ അമേരിക്ക കൊണ്ടുവച്ച പോലെ ഉണ്ട് ഒരു ഇതുണ്ട്. സ്റ്റേഡിയത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഓപ്പോസിറ്റ് രണ്ട് സൈഡിലും ആളുണ്ട്, ഇപ്പുറത്തെ രണ്ട് സൈഡിലും നോക്കുകയാണെങ്കിൽ ഒരു ആളില്ല. അതേപോലെ തന്നെ ഇപ്പോ അമേരിക്കയിലേക്ക് കൂടുതൽ കളികൾ, അമേരിക്ക അതേപോലെ മിഡിൽ ഈസ്റ്റിലേക്കൊക്കെ കൂടുതൽ ഫുട്ബോൾ ഇങ്ങനെ ഓരോ ലീഗുകൾ നടന്നു. ഇപ്പോ അടുത്ത് ബാഴ്സലോണ വില്ലേറൽ മത്സരം അമേരിക്കയിൽ നടത്താൻ വേണ്ടി ലാ ലീഗ് ഇത് വന്നിട്ടുണ്ട്. അതിനെതിരെ നിറയെ പേര് അനുകൂലിച്ചും പക്ഷെ അതന്നെയാണ് പറയുന്നത്. എന്താന്ന് പറഞ്ഞാല് വില്ലേറലിന്റെ ഹോം ഗ്രൗണ്ടിലുള്ള നടക്കുന്ന മത്സരമാണ്. ഒരു വർഷത്തിൽ ഒരു സീസണിൽ ഒരു മത്സരമാണ് വില്ലേറലിന് ബാഴ്സലോണ ഹോം ഗ്രൗണ്ടിൽ വന്ന് കളിക്കുന്നത്, വില്ലേറലിന്റെ ഹോം ഗ്രൗണ്ട്. അപ്പൊ അവർക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് ആണ്. പക്ഷെ വില്ലേറലും ഇതിന് ഓക്കെയാണ്. എന്താ പറഞ്ഞാല് ലാലിഗിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് പൈസ കിട്ടും. എന്താ പറഞ്ഞാൽ ബാഴ്സലോണയ്ക്ക് അമേരിക്കയിൽ ഒരുപാട് ഫാൻ ബേസ് ഉണ്ട്. അപ്പൊ അവിടെ നടത്തുന്നതുകൊണ്ട് ലാലിഗിന് ഒരുപാട് വരുമാനങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ്. പക്ഷെ എന്റെ ഒരു കാഴ്ചപ്പാടിൽ അത് ശരിക്കും അൺഫെയറാണ്. ശരിക്കും തീർച്ചയായിട്ടും അല്ലേ? ട്രഡീഷൻ എങ്ങനെ ഒരു നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളെ ഫാമിലി അങ്ങനെ ഏൻഷ്യൻ ടൈമിൽ ചെയ്തോണ്ടിരിക്കുന്നത് നിങ്ങൾ ഒറ്റടി കട്ടാക്കി വെച്ചാൽ. അതെ, ഇത് ഒരു ലീഗ് മത്സരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്ന. ഇതിപ്പോ കോപ്പ ഡെൽ റേയില് അല്ലെങ്കിൽ സൂപ്പർ എസ്പാനിയോള് അങ്ങനെ അതൊക്കെ നടക്കുകയാണെങ്കിൽ അല്ല, അതിന്റെ മത്സരങ്ങളൊക്കെയാണ് പറഞ്ഞാല് വിദേശ ഇവിടെ നടക്കുന്നുണ്ട്, സൗദി അറേബ്യയിൽ നടക്കുന്നുണ്ട്. അങ്ങനെ മത്സരങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ ഓക്കെയാണ്. സൗദി അറേബ്യയില് ഖത്തറിലൊക്കെ അങ്ങനെ നടക്കാനുള്ള ഇതുണ്ട്. പിന്നെ ജപ്പാനിലൂടെയൊക്കെ വെച്ചിട്ട് ഫ്രണ്ട്ലി മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഇത് ലീഗില് ഒരു മത്സരം. അപ്പൊ നമ്മള് വിഷയത്തിൽ നിന്ന് മാറിപ്പോയി. അപ്പൊ അങ്ങനെയാണ് നടന്നത്. അപ്പൊ ഇന്നത്തെ കളിയിൽ പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാല് ലൗതാറോ മാർട്ടിനസിന്റെ ബാഡ് ഡേ തന്നെ പറയാം. എന്താ പറയുക, അത്രയും ചാൻസ് അൺലക്കി, അത്രയും ചാൻസുകൾ കിട്ടിയിട്ട് ആൾക്ക് ഒരെണ്ണം പോലും ഗോളാക്കാൻ പറ്റില്ല എന്നാണ്. ജൂലിയൻ അൽവാരസിനും 1-2 ചാൻസ് കിട്ടി. പക്ഷെ ഒരു ബോൾ പുറത്ത് വെച്ച് അടിച്ചു എന്റെ ഓർമ്മ. അതേപോലെ തന്നെ എല്ലാവരും ഒരു വിധമുള്ള എല്ലാവരും ആ ലെസൽസിയോ അടിച്ച ഗോള് വരെ ജോസാട്ടൻ സേവ് ചെയ്ത് തട്ടിയിട്ടാണ് ഗോൾ പോസ്റ്റിനുള്ളിലേക്ക് പോയത്. അപ്പൊ അർജന്റീന താരങ്ങൾ എടുത്ത 11 ഓൺ ടാർഗറ്റ് ഷോട്ടുകളും ഈ ജോസാട്ടന്റെ കൈ തട്ടിയിട്ടാ പോയിക്കുന്നുള്ളത് നമുക്കറിയാം. അതാണ് അപ്പൊ തന്നെ മനസ്സിലാക്കിയ കളിയുടെ ഇതെന്ന്. അപ്പൊ സോഷ്യൽ മീഡിയ രാവിലെ വന്നിരുന്നിട്ട് കുറെ ആൾക്കാർ ഇങ്ങനെ ട്രോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അർജന്റീന എന്താ വരച്ചിൽ ഇത്ര ലോകകപ്പ് റാങ്കിങ്, വേൾഡ് റാങ്കിങ്ങിൽ ഇത്ര സ്ഥാനത്ത് കിടക്കുന്നവരൊക്കെ 1-0 ഞങ്ങൾ ബ്രസീലുകാർ 5-0. ബ്രസീൽ കളിച്ചു ജയിച്ചില്ല എന്ന് പറയുന്നില്ല, കൊറിയയോട് കളിച്ചു, നല്ല കളി കളിച്ചു, 5 ഗോളിന് വിജയിച്ചു. പക്ഷെ അർജന്റീന ഇന്നലെ കളിച്ചതൊക്കെ നല്ല കളി തന്നെയായിരുന്നു.
പക്ഷെ ഗോൾ സ്കോർ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ചിലർ ഈ ഹൈലൈറ്റ്സും അല്ലെങ്കിൽ ഹൈലൈറ്റ്സും കണ്ടിട്ടുണ്ടാവില്ല, ഹൈലൈറ്റ്സ് കണ്ടാൽ ഏകദേശം ഉള്ളവർക്ക് അറിയാം, അല്ലാതെ ഈ ഹെഡിങ്ങുകൾ മാത്രം നോക്കിയിട്ട് ഇത് പറയുന്നത്. പക്ഷെ അതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. സ്കൊളോണിയുടെ പുതിയൊരു പരിശീലനം എന്താണ്, ഓൾറെഡി ക്വാളിഫയർ ആയി വേൾഡ് കപ്പിലേക്ക് നമ്പർ 1 ആയിട്ട് ലാറ്റിൻ അമേരിക്കൻ അർജന്റീന ക്വാളിഫയർ ആയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇനിയുള്ള മത്സരങ്ങൾ പുതിയ പുതിയ പ്ലെയേഴ്സിന് വരാനുള്ള അവസരങ്ങളാണ്. എന്തൊക്കെ മെസ്സി ഇപ്പൊ ഉണ്ട്, മെസ്സിന് അടുത്ത വേൾഡ് കപ്പ് ഉണ്ടാവുന്ന എത്ര പേർക്ക് ഷോറല്ല. അത് കാരണം പുതിയ പുതിയ ഫോർമേഷൻ, പുതിയ പുതിയ ടാക്ടിക്സ് കൊണ്ടുവന്ന് മെസ്സിനെ ആരായിട്ട് റിപ്ലേസ് ചെയ്യും? ഇപ്പൊ മെസ്സി ഇല്ലെങ്കിലും അർജന്റീനയ്ക്ക് ഒരു വിഷയം, എന്നാലും ഒരു ഗോൾ വിജയിച്ചു, അടുത്ത ഗോളിനൊക്കെ ട്രൈ ചെയ്തു. പക്ഷെ എന്നാലും ആ ഗോളിൽ തന്നെ ഡിഫെൻഡ് നമ്മുടെ ഇനി മാർട്ടിനസ് ഇന്നലെയും ക്ലീൻ ഷീറ്റ് ആണ്, 39ാമത്തെ എന്തോ ക്ലീൻ ഷീറ്റ് ആണ് ചങ്ങായി രാജ്യത്തോടെ. ഇനി റൊമാനോ മാത്രമേ ഉള്ളൂ ഫ്രണ്ടില്, ബാക്കി എല്ലാവരും കഴിഞ്ഞു. ഇനിയിപ്പോ ഓൾ ടൈം ആവണമെങ്കിൽ ഇനി ചിലപ്പോ ഒരു 10 മത്സരം കൂടി ക്ലീൻ ഷീറ്റ് കിട്ടിയാൽ മതി. അതെന്തായാലും ഈ വേൾഡ് കപ്പ് കഴിഞ്ഞതിനോടുകൂടി ചങ്ങായി എടുക്കും. അപ്പൊ അർജന്റീനയ്ക്ക് എത്ര നല്ല ഗോൾ കീപ്പറെ കിട്ടിയത് തന്നെ അർജന്റീനയുടെ തലവര മാറ്റിയതാണ് സത്യം പറഞ്ഞാല്. കഴിഞ്ഞ വേൾഡ് കപ്പ് തുടങ്ങുമ്പോൾ ഇപ്പോ ഒരുപാട് പ്ലേയേഴ്സ് പുതിയ വരുന്നുണ്ട്. കഴിഞ്ഞ വേൾഡ് കപ്പ് തുടങ്ങുന്ന എമി മാർട്ടിനസും എൻസോ ഫെർണാണ്ടസും മാക്കലിസ്റ്ററും ഇവരൊന്നും നമുക്ക് അത്ര സുപരിചിതമായിരുന്നില്ല. പെട്ടെന്നാണ് ഈ പരിക്കുകൾ, ലെസൽസിക്ക് പരിക്ക്, അതേപോലെ പാരഡൈസിന് ചെറിയ പരിക്കുണ്ടായിരുന്നു. അപ്പോ അങ്ങനെ ഒരു സമയത്താണ് പുതിയ പ്ലേയേഴ്സിന് വരുന്നത്. അതേപോലെ ഇപ്രാവശ്യവും ആശാൻ എന്തെങ്കിലുമൊക്കെ പുതിയ താരങ്ങളെ വേൾഡ് കപ്പിൽ ഇറക്കുന്നുള്ളതിന് യാതൊരു ഡൗട്ടും ഇല്ല, അതെന്തായാലും ഉണ്ടാവും. അപ്പൊ ഇനിയുള്ള അർജന്റീന മത്സരങ്ങൾ, ഫ്രണ്ട്ലി മത്സരങ്ങളൊക്കെ അർജന്റീനയ്ക്കും സ്കൊളോണിക്കും ഒരു പരീക്ഷണങ്ങളാണ്. അവർക്ക് പുതിയൊരു ലൈനപ്പ് ഇപ്പൊ കളി തുടങ്ങി വേൾഡ് കപ്പ് തുടങ്ങാൻ പോകുന്ന സമയത്ത് മെസ്സിക്ക് പരിക്ക് അല്ലെങ്കിൽ ലൗതാറോക്ക് പരിക്ക്, ആർക്കെങ്കിലൊക്കെ പരിക്ക് പറ്റാതിരിക്കട്ടെ. പറ്റുകയാണെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്താ കഴിഞ്ഞ വേൾഡ് കപ്പ് നമ്മൾ കണ്ടതാണ്, നമ്മുടെ ലെസൽസിക്ക് പരിക്ക് പറ്റിയിട്ട് പുറത്തിരിക്കുക, അതേപോലെ പാരഡൈസിന് ചെറിയ പരിക്കുണ്ടായിരുന്നു, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള ഡൗട്ടായിരുന്നു. ആ സമയത്താണ് എൻസോ ഫെർണാണ്ടസും നമ്മുടെ മാക്കലിസ്റ്ററും ടീമിലേക്ക് വരുന്നത്. ആ സമയത്ത് വന്ന് വേൾഡ് കപ്പിൽ ഇവരുടെ പ്ലേ ടൈമും ഇവരുടെ കളികളൊന്നും എതിർ ടീമുകൾക്ക് ഒരുപാട് സുപരിചിതമല്ല. അങ്ങനെ ഒരു ഗോൾ കീപ്പർ മുതലിന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അർജന്റീന. അപ്പൊ എമി മാർട്ടിനസിന് കിട്ടിയതോടെ ആ വേൾഡ് കപ്പിന്റെ ഇതന്നെ നമുക്ക് വേൾഡ് കപ്പ് കഴിയുമ്പോഴേക്കും ഇവര് നമ്മളെ പ്രിയപ്പെട്ടതായിട്ടുണ്ടായിരുന്നു, അർജന്റീന ഫാൻസിന്റെ ഒക്കെ ഒരു പ്രിയപ്പെട്ടതായിരുന്നു. അപ്പോ അതിലോട്ട് ഇനിയും പുതിയ പ്ലേയേഴ്സ്, ഇപ്പൊ തന്നെ അണ്ടർ-20 വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വിന്ന് ഫോമിലാണ് അർജന്റീന കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലും ഒരുപിടി താരങ്ങൾ വരാനുണ്ട്. അതുപോലെ അടുത്ത വേൾഡ് കപ്പിന് ശേഷം അർജന്റീന ടീം എന്തായാലും സെറ്റാണ്. മെസ്സി ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അവിടെ വിഷയമല്ല. മെസ്സി ഇന്നലെ സുന്ദരമായിട്ട് ഇന്ന് സ്റ്റേഡിയത്തിൽ കളികളായിരുന്നു. എന്താ പറഞ്ഞാൽ ഇന്റർ മിയാമിക്ക് നാളെ കളി ഉണ്ടായിരുന്നതുകൊണ്ടാണ് തോന്നുന്നു അവർ ഇന്നലത്തെ കളിയിൽ ഇറങ്ങാതിരുന്നത്. കംഫർട്ടബിൾ ആയിട്ട് അമേരിക്കയിൽ തന്നെ കളിയും നടന്നു. അതെ, അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഇവരുടെ സ്റ്റാറ്റസിലേക്ക് ഒന്ന് പോവാം. സ്റ്റാറ്റസിലേക്ക് പോവാണെങ്കിൽ ഇന്നലെ 19 ഷോട്ടുകളാണ് അർജന്റീന എടുത്തപ്പോ 5 ഷോട്ടുകളാണ് വെനിസ്വേല എടുത്തിട്ടുള്ളത്. അപ്പൊ 19 11 ഓൺ ടാർജറ്റിലേക്കാണ്. അതില് വെനിസ്വേല ഓൺ ടാർജറ്റ് അടിച്ചത് ഒരെണ്ണം മാത്രമാണ്. അപ്പോൾ അർജന്റീന ഡിഫൻസ് അത്ര മാത്രമായിരുന്നു. ഓട്ടോമാറ്റിക് പകരം വന്ന ചങ്ങായി ഒരു രക്ഷയില്ല കേട്ടോ. നല്ല അത്യാവശ്യം നല്ല രീതിക്ക് ആൾ ഇന്നലെ ചോരയൊക്കെ പൊടിഞ്ഞിട്ടാണ് തലയിൽ അവന്മാരെയൊക്കെ നല്ലൊരു കൂട്ടായിട്ട് തന്നെയാണ് ആൾ ഇന്നലെ ഉണ്ടായിരുന്നത്. അതേപോലെ എടുത്തു പറയേണ്ട മൊളീനോന്റെയും ടാഗ്ലിഫിക്കോന്റെയും കളിയായിരുന്നു. കുറച്ച് കളികൾ മോശമായിരുന്നു. എന്താ പറഞ്ഞാൽ റൈറ്റും ലെഫ്റ്റും ബാക്ക് കളിക്ക് അർജന്റീനയ്ക്ക് ഇനി പുതിയൊരു ആൾക്കാരനെ വേണമെന്നുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവര് അതിനുവേണ്ടിയിട്ടുള്ള പെർഫോമൻസ് ഇന്ന് നല്ല അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. പിന്നെ മിഡ്ഫീൽഡിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ മിഡ്ഫീൽഡിൽ ഇനി മത്സരമായിരിക്കും വേൾഡ് കപ്പ് വരുമ്പോ. എന്താ പറഞ്ഞാൽ ഒരു പിടി താരങ്ങളാണ്. ഡിപ്പോള്, ലെസൻസിയോ, പാരഡൈസ്, എൻസോ ഫെർണാണ്ടസ്, പിന്നെ പിന്നെ നിക്കോപാസ്, ആൽമാഡ, മസ്താനൊക്കെ ഈ ഇത് കളിക്കുന്നത്. ഇനിയും വരാനുണ്ട് പ്ലേയേഴ്സ്. അപ്പൊ എന്തായാലും 10-11 പ്ലെയർ ഉണ്ടാവും. അപ്പൊ മിഡിൽ ഇന്നലെ പാരഡൈസിന്റെ കളിയെ കണ്ടാൽ മനസ്സിലാവും, എസ്എൽസിന്റെ കളിയെ കണ്ടാൽ മനസ്സിലാവും അവരിനി സ്റ്റാർട്ടിംഗ് 11 വേണ്ടിയിട്ട് നന്നായിട്ട് പണിയെടുക്കും. ഡീപോള് അവസാനം മറ്റേ ഇതിനിറങ്ങി സബ്സ്റ്റിറ്റ്യൂട്ട് ഇറങ്ങിയിട്ട് ഒരു പാസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു രക്ഷയില്ലാത്ത പാസുകളാണ്. പക്ഷെ ഇന്നലെ ലൗതാറോ മാർട്ടിനസ് നല്ല ഫിറ്റായിട്ട് നല്ല കളി കളിച്ചിരുന്നെങ്കിൽ ഒരു മിനിമം ഒരു ഹാട്രിക് അടിക്കേണ്ട ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഹാട്രിക് മിനിമം ഒരു ഹാട്രിക് അടിക്കേണ്ട, മാക്സിമം അല്ല പറഞ്ഞു, മിനിമം ഹാട്രിക് അടിക്കേണ്ട ചാൻസ് ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ്. പിന്നെ നമുക്ക് പൊസിഷനിലേക്ക് വരികയാണെങ്കിൽ 69% ബാൾ പൊസിഷൻ ഉണ്ടായിരുന്നു അർജന്റീനയ്ക്ക്, 31% വെനിസ്വേലയ്ക്ക് ഉണ്ടായിരുന്നത്. 725 പാസുകൾ അർജന്റീന കംപ്ലീറ്റ് ചെയ്തപ്പോൾ 334 പാസുകളാണ് വെനിസ്വേല കംപ്ലീറ്റ് ചെയ്തത്. 92% ബോൾ പാസിംഗ് അക്യുറസി ഉണ്ടായിരുന്നു. അവിടെ 82% പാസിംഗ് അക്യുറസി. ഫൗൾസ് 10-12 കംപ്ലീറ്റ് ചെയ്തത്. ഫൗൾസ് ഒരുപാട് ഉണ്ടായിരുന്നു. ഇന്നലെ ഒരു ലേഡി റഫറി ആയിരുന്നു, പക്ഷെ ആള് കുറെയൊക്കെ കണ്ടില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അത്യാവശ്യം നല്ല രീതിക്ക് ഫിസിക്കൽ ഗെയിം ഉണ്ടായിരുന്നു. ലാറ്റിൻ അമേരിക്കൻ കളികൾ വരുന്ന സമയത്തൊക്കെ ഈ ഒരു കാര്യത്തിൽ
ഈ ഒരു കാര്യത്തിൽ വെറും തള്ളന്നെ, തള്ളു അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിയിട്ടുള്ള കാര്യമില്ല, അത് രക്ഷയില്ല. ഫിസിക്കലി നല്ല അതെല്ലാം ഉണ്ട്. മൊത്തത്തില് നല്ല ലൗതാറൊക്കെ ഭയങ്കര ഇതായിട്ടുണ്ടായിരുന്നു ഈ പിടി വലിയക്കാരൻ. ടീഷർട്ടിന്റെ പുറകിലാണ് വലിക്കുന്നത്. ഓഫ് സൈഡ് നോക്കുകയാണെങ്കിൽ 4-1 ഉണ്ടായിരുന്നത്. കോർണേഴ്സ് അർജന്റീന 8 കോർണേഴ്സ് വിൻ ചെയ്തു. അതിൽ 8 2-3 ശരിക്കും ഗോൾ കീപ്പർ നന്നായിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ കളി കഴിയാൻ അവസാനം മെക്കാനിസ്റ്ററിന്റെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു, വെടിയുണ്ട ഷോട്ട്. പോലെ ആ ഗോൾ സേവ് ചെയ്ത് എങ്ങനെയാന്ന് ഒരു രക്ഷയില്ല. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് 1-1 എങ്ങാനും ആവുകയാണെങ്കിൽ അല്ലെങ്കിലും ചങ്ങായിക്ക് ഒരു മാൻ ഓഫ് ദി മാച്ച് കൊടുക്കായിരുന്നു എന്റെ അഭിപ്രായം. അപ്പൊ എന്തായാലും ഇനി അടുത്ത മത്സരങ്ങൾ ഇപ്പോ വരാൻ പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ആ മത്സരങ്ങളിൽ മുന്നോടിയായിട്ട് വീഡിയോ ചെയ്യാവുന്നതായിരിക്കും. അപ്പോ ഇതോടുകൂടി വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.